ഓട്ടോമേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും. ഇപ്പോൾ ഏതെങ്കിലും ഒരു പാരാമീറ്റർ ടൈമിൽ നമ്മളിങ്ങനെ ചേഞ്ച് ചെയ്യുക, അത് റെക്കോർഡ് ചെയ്യുക, ആ കാര്യമാണ് ഓട്ടോമേഷൻ എന്ന് പറയുന്നത്. എന്ത് പാരാമീറ്ററെങ്കിലും ആയിക്കോട്ടെ, വോളിയം ആവും, ചിലപ്പോൾ വല്ല പ്ലഗിൻസിലെ പാരാമീറ്റേഴ്സ് ആവും, എന്ത് വേണേലും ആവാൻ പറ്റും. സോ ഓട്ടോമേഷൻ എന്ന് പറഞ്ഞ സാധനമാണ് ഒരു സ്റ്റാറ്റിക് ഒരു ഡീസൻറ്റ് മിക്സിനെ ഒരു അടിപൊളി മിക്സാക്കി മാറ്റുന്ന സാധനം. അത് മാത്രമാണെന്നല്ല, എന്നാലും അതിനകത്തൊരു വലിയൊരു ഘടകം അതാണ്, ഓട്ടോമേഷനാണ്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്റ്റാറ്റിക് മിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് പ്രത്യേകിച്ച് എല്ലാം ഭയങ്കര സ്റ്റാറ്റിക് ആയിരിക്കും. ആ പേര് പറഞ്ഞ പോലെ തന്നെ എല്ലാം വോളിയം ലെവലുകളെല്ലാം ഒരേപോലെ ഇരിക്കും. അതിനകത്ത് എഫക്റ്റുകൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ എഫക്റ്റുകളിലൊരു ചേഞ്ച് ഉണ്ടാവില്ല, അതും സ്റ്റാറ്റിക് ആയിരിക്കും. വിഡ്ത്ത് ഉണ്ടെങ്കിൽ അത് സ്റ്റാറ്റിക് ആയിരിക്കും, ഡെപ്ത്ത് ഉണ്ടെങ്കിൽ അത് സ്റ്റാറ്റിക് ആയിരിക്കും. കോൺട്രാസ്റ്റ് ഉണ്ടെങ്കിൽ, കോൺട്രാസ്റ്റ് എന്ന് പറഞ്ഞ സാധനത്തിന് എന്തെങ്കിലും ഡൈനാമിക്സ് വേണം, എന്നാലേ കോൺട്രാസ്റ്റ് എന്ന് പറയാൻ പറ്റുള്ളൂ. ഒരു ചേഞ്ച് ഉണ്ടായാലേ കോൺട്രാസ്റ്റ് എന്ന് പറയുള്ളൂ. അപ്പോൾ കോൺട്രാസ്റ്റ് ഇല്ലായ്മ, ഇതൊക്കെയാണ് സ്റ്റാറ്റിക് മിക്സുകളുടെ കുഴപ്പം. അപ്പോൾ ഇത് ബിഗിനേഴ്സിൻ്റെ മിക്സിൽ മാത്രമല്ല, നമ്മളെ ഒരുപാട് ആൾക്കാരുടെ ഒരു മിക്സിന് ഒരു ജീവനില്ല എന്നൊക്കെ പറയുന്ന സാധനം, അതിന് കാരണം ഈ സാധനമാണ്, ഒരു സ്റ്റാറ്റിക് ഡീസൻറ്റ് മിക്സ്. എങ്ങനെയാണെന്ന് ചോദിക്കുമ്പോൾ നമ്മളിങ്ങനെ നോക്കുമ്പോൾ ഈ എലമെൻറ്റുകൾ തമ്മിൽ ക്ലാഷ് ഒന്നും ഉണ്ടാവില്ല, എല്ലാം വൃത്തിക്ക് കേൾക്കുന്നുണ്ടാവും, ബാലൻസൊക്കെ ഓക്കെ ആയിരിക്കും, അല്ലെങ്കിൽ പെർഫെക്റ്റ് ആയിരിക്കും, പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല, എല്ലാം നല്ല ഫ്രീക്വൻസി ബാലൻസും അങ്ങനത്തെ നമ്മൾ പെട്ടെന്ന് ആലോചിക്കുന്ന കാര്യങ്ങളെല്ലാം ഓക്കെ ആയിരിക്കും. റിവേർബിൻ്റെ ലെവൽ ഓക്കെ ആയിരിക്കും, റിവേർബ് കൊടുത്ത ടൈം അത് ഇത് എല്ലാം ഓക്കെയാണ്. പക്ഷേ ആ മിക്സ് ഒരു സ്റ്റാർട്ട് തൊട്ട് ഫിനിഷ് വരെ ഇങ്ങനെ ഡെഡായിട്ടിരിക്കും. ഡെഡ് എന്ന് ഉദ്ദേശിച്ചാൽ അങ്ങനെ ഭയങ്കര നെഗറ്റീവായിട്ടല്ല, എന്നാലും ഒരു പ്രത്യേകിച്ച് ഒരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ടാവില്ല. അപ്പോൾ ഈ ഓട്ടോമേഷൻ എന്ന് പറഞ്ഞ സാധനമാണ് ഈ മിക്സിനകത്ത് ഒരു ജീവൻ കൊണ്ടുവരുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ലിവിങ് ബ്രീത്തിങ് അങ്ങനത്തെ ഒരു മിക്സാക്കി മാറ്റും ഒരു സ്റ്റാറ്റിക് മിക്സിനെ. എന്ന് വെച്ച് കഴിഞ്ഞാൽ പല പാരാമീറ്റേഴ്സിൽ മൂവ്മെൻറ്റ് ഉണ്ടാകുമ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ. ഈ ഓട്ടോമേഷൻ എന്ന് പറയുന്ന സമയത്ത് നമ്മൾ പ്രൊഡക്ഷൻ്റെ കേസിൽ ഈ ഓട്ടോമേഷൻ എന്നുള്ള കാര്യം ഉണ്ടാവുക കുറേ കൂടി ഈ അറേഞ്ച്മെൻറ്റ് ലെവലിലേക്ക് ഇരിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു ചേഞ്ച് ഉണ്ടാകുന്ന ലെവലിൽ, ഞാൻ പറയുന്നത് എന്തെങ്കിലും ഒരു സാധനം ഓട്ടോമേറ്റ് ചെയ്യല്ല, ഞാൻ പറയുന്ന കോൺട്രാസ്റ്റിനെ പറ്റിയിട്ട്. അപ്പോൾ ഇപ്പോൾ എന്തെങ്കിലും ഒരു ലെയേഴ്സ് ആഡ് ചെയ്യുക ഇൻസ്ട്രുമെൻറ്റ് വൈസ്, അല്ലെങ്കിൽ വേറെ ഒരു ഇൻസ്ട്രുമെൻറ്റ് ഇങ്ങനെ പ്ലേ ചെയ്യുന്ന പോയിട്ട് വേറെ പ്ലേയിങ് സ്റ്റൈലിലേക്ക് മാറുക, അങ്ങനെ കോൺട്രാസ്റ്റുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോഴാണ് ആ സോങ്ങിൻ്റെ പ്രൊഡക്ഷൻ വൈസ് നമുക്ക് അതിനൊരു ജീവനുണ്ടെന്ന് പറയുക. ആ സോങ് ഇവോൾവ് ചെയ്ത് അല്ലെങ്കിൽ പല തരത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സ്വഭാവം മാറി മാറി വരും. എന്നുവെച്ചാൽ എല്ലാ സോങ്ങിനും പറ്റില്ല, പക്ഷെ എന്നാലും ഒരു ജീവൻ ഉണ്ടാവും അങ്ങനത്തെ സോങ്ങുകൾക്ക്. അപ്പോൾ മിക്സിൻ്റെ സമയത്ത് നമ്മളിപ്പോൾ എന്തായാലും അങ്ങനെ ആലോചിച്ചില്ലെങ്കിലും മിക്സിനകത്തും നമുക്ക് ഇതേപോലെ ഒരു ജീവൻ കൊണ്ടുവരാൻ പറ്റും. അതിനാണ് നമ്മൾ ഓട്ടോമേഷൻ പറയുന്നത്. ഓട്ടോമേഷൻ എങ്ങനെ ചെയ്യാമെന്ന് ഞാൻ എന്തായാലും ഇതിനകത്ത് പറയണില്ല, പക്ഷേ എങ്ങനെയൊക്കെ ഓട്ടോമേഷൻ നമ്മളെ മിക്സിലേക്ക് ഇൻകോപ്പറേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. സോ മിക്കവാറും എല്ലാവരും ഓട്ടോമേറ്റ് ചെയ്യുന്ന ഒരു പാരാമീറ്ററാണ് വോളിയം ഓട്ടോമേഷൻ, ഫെയ്ഡർ ഓട്ടോമേഷൻ കാര്യങ്ങളൊക്കെ. ഫെയ്ഡറോ അല്ലെങ്കിൽ നേരെ പ്രീ ഗെയിൻ, നിങ്ങളെ ഡോൻ എന്താണോ സാധനം അത് ക്ലിപ്പ് ഗെയിനോ കേട്ടോ, അതെന്തായാലും അത് ഓട്ടോമേറ്റ് ചെയ്തിട്ട് നമുക്ക് ഈ പറയുന്ന അത് ഓട്ടോമേറ്റ് ചെയ്തിട്ട് നമുക്ക് ജീവൻ ഉണ്ടാക്കാം, അല്ലെങ്കിൽ കോൺട്രാസ്റ്റ് ഉണ്ടാക്കാം. അത് മിക്കവാറും എല്ലാവരും ചെയ്യുന്നതുമാണ്. ഇപ്പോൾ ചില സമയത്ത് കോറസിൽ ആ ഗിറ്റാറിന് ഇത്ര വോളിയം വേണ്ട, അപ്പോൾ അവിടെ കുറച്ച് കോറസ് വേഴ്സിൽ വരുമ്പോൾ കൂട്ടുക, അങ്ങനെ അങ്ങനത്തെ ഒക്കെ വോളിയം ഓട്ടോമേഷൻ എല്ലാവരും ചെയ്യുന്ന കാര്യം തന്നെയാണ്. വോളിയം ഓട്ടോമേഷൻ ഇതേപോലെ എന്തെങ്കിലും ഒരു പ്രശ്നം അല്ലെങ്കിൽ ഒരു ട്രാക്ക് ഇട്ടിട്ട് അതിൻ്റെ വോളിയം കുറയ്ക്കുക, അങ്ങനത്തെ കാര്യങ്ങൾ ഷോർട്ട് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ട്രാക്കിൽ തന്നെ വോളിയം ഓട്ടോമേഷൻ ചെയ്യുന്നതിനെക്കാട്ടും നമുക്ക് ചെറിയ ചെറിയ വോളിയം ഓട്ടോമേഷൻ വെച്ചിട്ട് ഒരു ജീവൻ ഉണ്ടാക്കാൻ പറ്റും. ഇപ്പോൾ വോക്കൽ റൈഡിങ് ഉണ്ട്. ഇപ്പോൾ നമ്മൾ ഫെയ്ഡർ വെച്ചിട്ട് ഇങ്ങനെ വോക്കലിനെ ഇങ്ങനെ റൈഡ് ചെയ്തുകൊണ്ടിരിക്കുക. വോക്കൽ റൈഡർ പ്ലഗിൻസും ഉണ്ട്, പക്ഷെ അത് കുറച്ചും കൂടി ഒരു കംപ്രഷൻ ലെവലിൽ വർക്ക് ചെയ്യുകയാണ്. എന്നാലും കുറച്ചും കൂടി ഈ പരിപാടി നടക്കും. എന്നാലും നമ്മൾ മാനുവലി നമുക്കൊരു ഫെയ്ഡർ കൺട്രോൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് ചെയ്യാം. ഞാനിത് പറയാൻ എൻ്റെ അടുത്തില്ല, പക്ഷേ അങ്ങനെ ചെയ്യാൻ പറ്റും. അതേപോലെ ഇപ്പോൾ ഗിറ്റാർസും കാര്യങ്ങളൊക്കെ നമുക്ക്
ഒരു ഓട്ടോമേഷനായിട്ട് ലെവൽ വൈസിൽ ഓട്ടോമേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടി ഒരു ഇൻട്രസ്റ്റിംഗ് ആവും. അത് നമ്മളിങ്ങനെ കേട്ടിട്ട് അത് ഓട്ടോമേറ്റ് ചെയ്തിട്ടുണ്ട്, ഇത് ഓട്ടോമേറ്റ് ചെയ്തിട്ടുണ്ട് അങ്ങനെ ഫീൽ ചെയ്യൂല അത്. പക്ഷേ നമുക്ക് ആ ഒരു സോങ്ങിനകത്തുള്ള ആ ഒരു എന്താ പറയുക, ആ ഒരു ഓർഗാനിക് ഫീലിൽ നമുക്ക് കിട്ടും അത് ഇനോ. പിന്നെ അതേമാതിരി ഓട്ടോമേറ്റ് ചെയ്യാൻ പറ്റുന്നത് എഫക്റ്റ് റിട്ടേൺസും കാര്യങ്ങളും എഫക്റ്റിലേക്ക് സെൻഡ് ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ റിവേർബ് കാര്യങ്ങൾ, ഇതും മിക്കവാറും എല്ലാവരും സ്ഥിരം ഓട്ടോമേറ്റ് ചെയ്യുന്ന സാധനം. ഇപ്പോൾ റിവേർബ്, ഡിലേ, റിവേർബിൻ്റെ സെൻഡ് കൂട്ടുക, കോറസിൽ വരുമ്പോൾ വലിയ റിവേർബ് വരിക, അങ്ങനത്തെ കാര്യങ്ങൾ. അത് കുറച്ചും കൂടി നമ്മൾ എന്താ പറയുക, ഒരു ക്രിയേറ്റീവായിട്ട് ആലോചിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലെ പല സ്ഥിരം ഈ ക്ലീഷേ റിവേർബ്, ഡിലേ, ത്രോ അല്ലാണ്ട് നമുക്ക് റിവേർബിലുണ്ടാകുന്ന എമൗണ്ട് വെച്ചിട്ട് കൺട്രോൾ ചെയ്യുക. അതേപോലെ 2-3 റിവേർബ് വെച്ചിട്ട് ചില റിവേർബുകൾ ചില സെഷനിൽ മാത്രമായിട്ട് ഓട്ടോമേറ്റ് ചെയ്യുക. അങ്ങനെയൊക്കെ വരുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്പേസിലുണ്ടാകുന്ന മാറ്റങ്ങളും ഈ ഡെപ്തിലുണ്ടാകുന്ന മാറ്റങ്ങൾ നമുക്ക് ഭയങ്കരമായിട്ട് കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ സോങ്ങിനകത്ത് ഇങ്ങനെ ഒരു ഡൈനാമിക്സ് വരും. ചില സമയത്ത് ഡെപ്ത് കൂടുക, ആ ഒരു ഡെപ്തിലുണ്ടാകുന്ന ആ ഒരു പിക്ചർ ചേഞ്ച് ചെയ്യുക. അതേപോലെ അങ്ങോട്ടുള്ള ഡെപ്തിൻ്റെ അതന്നെ ഞാൻ പറഞ്ഞ് ഉദ്ദേശിക്കുന്നത് മനസ്സിലായില്ലേ, ആ സാധനം തന്നെ. അപ്പോൾ അങ്ങനെ ഡെപ്തിനകത്ത് ഇങ്ങനെ ചേഞ്ച് വരിക. അതേപോലെ തന്നെ ഇപ്പോൾ ഞാനിപ്പോൾ ഇങ്ങനെ ഓരോ പാരാമീറ്റർ എന്തൊക്കെയാണ് ഓട്ടോമേറ്റ് ചെയ്യണമെന്നല്ല പറയുന്നത്, പക്ഷേ വിഡ്ത്തിനകത്ത് ഓട്ടോമേറ്റ് ചെയ്യുക. അപ്പോൾ പാനിങ്ങിൽ ചെറിയ ഓട്ടോമേഷൻസ് എന്ന് വെച്ചാൽ ഇങ്ങനെ എപ്പോഴും ലെഫ്റ്റ് റൈറ്റ് പാൻ ചെയ്യണത് മാത്രമല്ല, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു ഗിറ്റാറുള്ള എക്സാമ്പിൾ, അക്കോസ്റ്റിക് ഗിറ്റാർ DT വേഴ്സിൽ നമുക്ക് കുറച്ച് ഇങ്ങനെ പാൻ ചെയ്യുക, കോറസിലേക്ക് എത്തുമ്പോഴത്തേക്കും കുറച്ചും കൂടി പാൻ ചെയ്യുക. അപ്പോൾ ആ വിഡ്ത്തിൽ ചേഞ്ച് വരും. ഒരു സിമ്പിൾ എക്സാമ്പിൾ പറയണമെന്നേ ഉള്ളൂ, പക്ഷേ ഈ സാധനം എവിടെയാണെങ്കിലും അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ വിഡ്ത്തിനകത്തുള്ള ചേഞ്ച് വരുത്താൻ വേണ്ടിയിട്ട് നമുക്ക് അങ്ങനെ ഓട്ടോമേറ്റ് ചെയ്തിട്ട് കൊണ്ടുവരാം. അതേമാതിരി ഇപ്പോൾ നേരത്തെ പറഞ്ഞ ഈ ടൈം ബേസ്ഡ് എഫക്റ്റ്, ഈ ഡിലേ, റിവേർബ് അല്ലെങ്കിൽ അതിൻ്റെ കോമ്പിനേഷൻ, അല്ലെങ്കിൽ ഈ വലിയ ലെവലിലൊക്കെ വരുന്ന ചേഞ്ചസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ ഡെപ്തിനകത്ത് നമുക്ക് അതേപോലത്തെ ഒരു കോൺട്രാസ്റ്റും ഒരു ഡൈനാമിക്സും ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. സോ അങ്ങനെയൊക്കെയാണ് മിക്സ് ശരിക്കൊരു ഇൻട്രസ്റ്റിംഗ്, ഒരു എന്താ പറയുക, ഒരു നെക്സ്റ്റ് ലെവൽ എന്നുള്ള ലെവലിലേക്ക് എത്തുക. ഈ ക്ലീഷ ഇങ്ങനെ സാധാരണ ഒരു മിക്സ് ഇങ്ങനെ സ്റ്റാർട്ടിൽ ഇങ്ങനെ നടക്കും, ഈ ഒരു ഡിസ്റ്റൻസിൽ ഇങ്ങനെ കേൾക്കും, ഈ ഒരു വിഡ്ത്തിൽ ഇങ്ങനെ കേൾക്കും, അതങ്ങനെ തന്നെ ത്രൂ ഔട്ട് ഇങ്ങനെ സോങ്ങിൽ പോകും. സോങ്ങിൽ ചെറിയ ലെവലിലൊക്കെ വ്യത്യാസം ഡൈനാമിക്സൊക്കെ വരും, പക്ഷേ ആ ഒരു സോങ് നമ്മളെ അടുത്തേക്ക് അങ്ങോട്ട് ഒരു ഇമോഷണൽ ഇമ്പാക്റ്റ് വല്ലാതെ ഉണ്ടാക്കില്ല. അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ സോങ് ചിലപ്പോൾ ഉണ്ടാക്കിയേക്കാം, എന്നുവെച്ചാൽ ലിറിക്കലി അല്ലെങ്കിൽ മ്യൂസിക്കലി, പക്ഷേ മിക്സിനൊരു ഒരു ജീവൻ ഉണ്ടാവില്ല. ആ ജീവക്കുറവ് പോക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഓട്ടോമേഷനെ പറ്റിയിട്ട് പറയുന്നത്. സോ പാരാമീറ്റേഴ്സ് ഞാൻ നേരത്തെ പറഞ്ഞാൽ തന്നെ ഓരോ പാരാമീറ്ററുകളും ഇങ്ങനെ ആലോചിച്ചെടുത്ത് പറയാനൊന്നും പറ്റില്ല. പക്ഷേ ഇതേപോലെ പല കാര്യത്തിൽ നമുക്ക് ഇതേമാതിരി കോൺട്രാസ്റ്റുകൾ ഉണ്ടാക്കുക. വേറൊരു എക്സാമ്പിൾ ഞാൻ വേറൊരു വീഡിയോയിൽ എന്തോ കോൺട്രാസ്റ്റിനെ പറ്റി പറഞ്ഞിരുന്നു, ഹൈ ഫ്രീക്വൻസി കാര്യങ്ങൾ ആഡ് ചെയ്യണത്, അങ്ങനെ ഉണ്ടാക്കുന്ന എന്താ പറയുക കോൺട്രാസ്റ്റുകൾ. അപ്പോൾ നമുക്ക് കോറസിനകത്തേക്ക് വേണമെങ്കിൽ ഒരു EQൻ്റെ ഹൈ എൻഡ് മാത്രം ഒരു ബൂസ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു ഭാഗത്തെത്തുമ്പോൾ ഹൈ എൻഡ് കുറച്ചും കൂടി വലുതായിട്ട് തോന്നും. അപ്പോഴൊക്കെയാണ് സോങ്ങിനൊരു ചേഞ്ച്, പെട്ടെന്ന് ഒരു 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 തള്ളിക്കയറ്റൊക്കെ വരിക. അപ്പോഴാണ് ആ ഒരു ജീവനും വരിക. അതാണ് ഞാൻ ഓട്ടോമേഷൻ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിച്ചത്. ക്രിയേറ്റീവായിട്ട് ഓട്ടോമേഷൻ യൂസ് ചെയ്യുക, കുറേ ഓട്ടോമേറ്റ് ചെയ്യുക. സംഭവം ഈ സാധനം ഞാൻ എൻ്റെ പഴയ മിക്സുകളിലൊന്നും അല്ലാതെ ഓട്ടോമേഷൻ ഇല്ലായിരുന്നു. എന്ന് വെച്ചാൽ എൻ്റെ പഴയ മിക്സ് പറയുമ്പോൾ ഞാൻ 10-20 കൊല്ലത്തെ എക്സ്പീരിയൻസ് ഒന്നും അല്ല അറിയണം. പക്ഷേ ഞാൻ മുമ്പ് ചെയ്തുകൊണ്ടിരുന്ന മിക്സുകളിൽ അധികം ഒരു സ്റ്റാറ്റിക് മിക്സുകളായിരുന്നു. അങ്ങനെ ഒരു സ്റ്റാൻഡേർഡ് മിക്സ് ഏരിയ ഞാൻ ഈ സൗണ്ട് ക്ലാഷ് ആവാതെ അല്ലെങ്കിൽ ക്ലീൻ സൗണ്ടിങ് അങ്ങനെ അതൊക്കെ ഇരുന്ന് എൻ്റെ എയിം. അപ്പോൾ ഞാനിങ്ങനെ അത് നോക്കി ഇങ്ങനെ ഇരിക്കും. പ്രത്യേകിച്ച് ഈ ഒരു കാര്യത്തിനെ പറ്റിയിട്ട് ആ സമയത്ത് ശ്രദ്ധിച്ചിട്ടില്ലായിരുന്നു. പിന്നെ എന്താണ് പുറത്ത് കേൾക്കുന്ന മിക്സ് കുറച്ചും കൂടി ഒരു എക്സൈറ്റിംഗ് ആക്കണമെന്നുള്ള ആ സാധനം തപ്പിയാണ് ഈ ഓട്ടോമേഷൻ്റെ വാല്യൂ ഭയങ്കരമായിട്ട് ഞാൻ മനസ്സിലാക്കി. അപ്പോൾ അന്ന് തൊട്ടിട്ട് ഞാൻ പിന്നെ ചെറിയ കാര്യങ്ങൾ നമുക്ക് ആലോചിക്കുമ്പോൾ ഭയങ്കര മടിയാവും. ഇപ്പോൾ ചെറിയ എല്ലാ റിവേർബും എല്ലാ സാധനത്തിലും കൊണ്ട് ഓട്ടോമേറ്റ് ചെയ്യുക, അവിടെയും ഇവിടെയും ചെറിയ വ്യത്യാസം കൊണ്ടുവരിക. പക്ഷെ അത് ഭയങ്കരമായിട്ട് ഡിഫറൻസ് വരുത്തും. ഇപ്പോൾ വേറെ മറ്റേ മാർക്ക് ഡാനിയൽ നെൽസൻ്റെ ഒരു വീഡിയോയിൽ കണ്ടിട്ടുണ്ട്,
പുള്ളി പറഞ്ഞത് ഒരു 90% നിന്ന് 95%ലേക്കുള്ള അതാണ് ഏറ്റവും വലിയ ചേഞ്ച്. അപ്പോൾ ആ ഒരു ചേഞ്ച് കൊണ്ടുവരാനാണ് ഈ പറയുന്ന ഓട്ടോമേഷൻ വല്ലാതെ ഹെൽപ്പ് ചെയ്യുക നമ്മളെ. എല്ലാത്തിനും ഒരു ജീവൻ കൊണ്ടുവരാൻ ഹെൽപ്പ് ചെയ്യും ഓട്ടോമേഷൻ. അപ്പോൾ ഈ ഓരോ സാധനങ്ങളും ഓട്ടോമേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ക്ഷമ വേണ്ട പരിപാടിയാണ്. സോ മിക്സിങ്ങും ഒരു ക്ഷമ വേണ്ട പരിപാടിയാണ്. വെറുതെ അങ്ങോട്ടൊരു സ്റ്റാറ്റിക് മിക്സ് ഉണ്ടാക്കിയിട്ട് പോക്കാൻ മിക്കവാറും എല്ലാവരും കൊണ്ടും പറ്റും, കുറച്ച് പ്രാക്ടീസ് ഉണ്ടായി കഴിഞ്ഞാൽ. പക്ഷേ നമ്മൾ ആ ഒരു വേറെ ലെവൽ ആവണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഇതേപോലെ ആ ഒരു ടോപ്പ് 5% അല്ലെങ്കിൽ 10%-ന് വേണ്ടിയിട്ട് പുഷ് ചെയ്യണം. അപ്പോൾ ആ പുഷിങ്ങിന് വലിയൊരു ആയുധമാണ് ഓട്ടോമേഷൻ. ടോട്ടൽ ഡൈനാമിക്സിലും ആ ഒരു എനർജിയിലും ഹൈ എൻഡ് ഫ്രീക്വൻസി കോൺട്രാസ്റ്റ് ആ സാധനത്തിലൊക്കെ ഒരു എക്സൈറ്റ്മെൻറ്റും ഒരു മൂവ്മെൻറ്റും അങ്ങനെ ഒരു ജീവനുള്ള മിക്സ്. നമ്മളങ്ങനെ ഒരു ചാടി കളിക്കണം മിക്സ് കേൾക്കുന്ന സമയത്ത്. ഇങ്ങനെ ഒരു ഡിസ്റ്റൻസിൽ ഇങ്ങനെ ചത്ത് കിടക്കല്ല ഉണ്ട്, ഒരു പോസ്റ്റർ ഒട്ടിച്ചേരി ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വരണം, ഒരു 3D സാധനമായി മാറണം. അപ്പോഴാണ് ആ മിക്സ് കുറച്ചും കൂടി വേറെ ലെവലാവുക. അപ്പോൾ അതാണ് നമ്മളെ ലക്ഷ്യം. ഓക്കെ, സോ ഓട്ടോമേഷൻ അത് ഇനി പറഞ്ഞ് ബോറടിപ്പിക്കണില്ല. സോ അത്രയേ ഉള്ളൂ. താങ്ക്സ്.